ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും അനിയത്തിയും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്. ഇവൾക്ക് പല്ലിന് കമ്പി ഇട്ടത് ടൈറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും കൂടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്ലെയിൻ കമ്പി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ലൂസായിട്ടുണ്ടായിരുന്നു. അത് ലൂസായിട്ടുണ്ടെങ്കിൽ വന്ന് ടൈറ്റാക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു അത് ഇട്ട സമയത്ത്. അപ്പോൾ ഞാനിന്ന് പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞു ഇന്ന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവളുടെ കൂടെ തന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് ബസ് സ്റ്റോപ്പിലേക്ക്. ഇവൾക്ക് 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പോൾ ആ ടൈമിൽ അവിടെ എത്തണമെങ്കിൽ നമ്മളൊരു 8:30ൻ്റെ ബസ്സിന് ഇവിടുന്ന് പോകണം. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര തണുപ്പാണ്. ഇവിടെ മഞ്ഞൊന്നും പോയിട്ടേ ഇല്ല. 8 മണി ആയപ്പോഴും ഇങ്ങനെ മഞ്ഞ് തന്നെയാണ്. ഇനി ഞങ്ങൾ ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. ഞങ്ങൾ യൂഷ്വലി പോകുന്ന ബസ്സാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു KSRTC വന്നപ്പോൾ ഞങ്ങൾക്ക് വേഗം തിരിച്ച് വരണം. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി. എന്നിട്ട് ഇത്രയും തണുത്തിരുന്നിട്ടും ഇത് സൈഡിലുള്ള വിൻഡോ ഓപ്പൺ ആക്കിയിട്ടിട്ട് അവൾക്ക് കണ്ണൊന്നും തുറക്കാനും പറ്റുന്നില്ല. തണുപ്പും കാറ്റൊക്കെ അടിച്ചിട്ട് വിറച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ എന്നാലും ആ സാധനം താത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു. എൻ്റെതും അവളുടേതും ടൈറ്റൊക്കെ ആക്കി ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അച്ഛന് കുറച്ച് മുണ്ടെടുക്കണം. അച്ഛൻ്റെ മുണ്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുണ്ടെടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അച്ഛന് 4-5 മുണ്ടൊക്കെ എടുത്തിട്ട് 3 മുണ്ടെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ, ഞങ്ങൾക്ക് ബസ്സിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറി. അപ്പോൾ അവൾ ഓർഡർ ആക്കിയത് ആപ്പിൾ ജ്യൂസും ഞാൻ പൈനാപ്പിളുമാണ്. അവൾക്ക് ഫസ്റ്റ് ആപ്പിൾ വന്നു, പക്ഷെ എനിക്ക് വന്നില്ല. അപ്പോൾ അവളത് കുടിച്ചിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് വലിയ കുഴപ്പമില്ല, ഒരു യോഗേർട്ടിൻ്റെ ടേസ്റ്റൊക്കെ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അവൾക്കത് ഇഷ്ടമായില്ല. അവൾക്കതിന് മധുരവും പോരാന്നാണ് പറഞ്ഞത്. ഒരു ലോഡ് മധുരം കഴിക്കണം അവൾക്ക്. അപ്പം അത് പോരാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെത് വന്നു. പിന്നെ ഞങ്ങൾ അത് കുടിച്ചു. എൻ്റെത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആപ്പിൾ ജ്യൂസ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. പൈനാപ്പിൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആപ്പിൾ വേണ്ടായിരുന്നു എന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു ജ്യൂസ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പേ ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എപ്പോഴും ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഐസ്ക്രീം വേണം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നൊരു എന്താ ഐസ്ക്രീമാണ്, ഫ്രൂട്ട് സലാഡാണെന്ന് തോന്നുന്നു, അത് വാങ്ങി കഴിച്ചു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇവളിങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.